നാടിനെ ഞെട്ടിച്ച് പത്തനംതിട്ടയിൽ യുവദമ്പതികളുടെ ക്രൂരത. കോയിപ്രം ആന്താലി മണ്ണിലാണ് ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ചത്. കെട്ടിത്തൂക്കി സ്വകാര്യ ഭാഗങ്ങളിൽ സ്റ്റേപ്ലർ അടിച്ചു. നഖത്തിനിടയിൽ മുട്ടുസൂചി കുത്തിയിറക്കിയായിരുന്നു പീഡനമെന്ന് യുവാക്കൾ പറഞ്ഞു. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ്, രശ്മി എന്നിവർ അറസ്റ്റിലായി. സൈക്കോ മനോനിലയുള്ളവരാണ് ദമ്പതികളെന്ന് പോലീസ് പറഞ്ഞു. ആലപ്പുഴ റാന്നി സ്വദേശികളായ യുവാക്കളാണ് വെവ്വേറെ ദിവസങ്ങളിൽ യുവദമ്പതികളുടെ ക്രൂരതകൾക്കിരകളായത്. സൗഹൃദം നടിച്ച് യുവാക്കളെ വീട്ടിലെത്തിച്ചായിരുന്നു ക്രൂരമർദ്ദനം. ഓണത്തിന്റെ അന്നൊരു 4 മണിയായപ്പോ ഇവിടെ ഞാൻ പോകുന്നത്. സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ദേഷ്യം എന്താ പറയാ ഈ പെപ്പർ സ്പ്രേയും വേറെന്തോ കൂട്ടിയിട്ട് മുഖത്തടിച്ചിട്ട് പെട്ടെന്നൊരു മർദ്ദനം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. തുടർന്ന് രശ്മി ഒരു ഷാവെടുത്തുകൊണ്ട് വന്നിട്ട് കൈ കെട്ടി കയറും കൂടെ കൂട്ടി കയറ്റി എന്നെ കെട്ടി തൂക്കി. പെപ്പർ സ്പ്രേയുടെ അടിച്ചാൽ നമുക്ക് എന്താ കുറ്റം സംഭവിക്കുന്നത് ഒന്നും പിടുത്തം കിട്ടിയില്ല. വീട്ടിലെത്തിച്ച ശേഷം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും പോലെ അഭിനയിക്കാൻ ജയേഷ് നിർബന്ധിച്ചു. ഈ രംഗങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. പിന്നീട് കയർ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി. വാ മൂടി ക്രൂരമർദ്ദനം. ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ സ്റ്റേപ്ലർ അടിച്ചു. മുളക് സ്പ്രേ പ്രയോഗം. നഖത്തിനിടയിൽ മുട്ടുസൂചി കയറ്റി. പത്തനംതിട്ട പുല്ലാട് ചെരൽക്കുന്ന് ഭാഗത്തെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഈ വീട്ടിൽ വെച്ചാണ് ജയേഷും രശ്മിയും ക്രൂരമായ ഈ പീഡന മുറകൾ നടത്തിയത്. എനിക്ക് പിന്നിൽ കാണുന്ന ആ റൂമിൽ വെച്ചായിരുന്നു. റോഡിൽ ഉപേക്ഷിച്ച റാന്നി സ്വദേശിയെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ആശുപത്രിയിലെത്തിച്ചത്. നാണക്കേടു കാരണം എന്താണ് സംഭവിച്ചതെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞില്ല. സംശയം തോന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികൾ പിടിയിലായത്. ആലപ്പുഴ സ്വദേശിയുടെ ഐഫോണും റാന്നി സ്വദേശിയുടെ പണവും മോഷ്ടിച്ചു. ദമ്പതികളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ കാര്യങ്ങളൊന്നും പറയത്തില്ല, എന്തായാലും വർത്താനൊന്നും പറയത്തില്ല. ഓണത്തിന്റെ ഇടയ്ക്ക് 3-4 ആണുങ്ങൾ പരിചയമില്ലാത്തവർ കണ്ടു. നമ്മൾ റോഡിൽ കൂടെ വന്നപ്പോൾ ഞാനത് ഇവൻ ജോലിക്ക് പോയതല്ലേ, വന്നവരുടെ കൂട്ടുകാർ വല്ലതും ആയിരിക്കുന്നു. ഇങ്ങനെ വന്നപ്പോഴാണ് പിടി കിട്ടിയത്. വേറെ കുഴപ്പമാണല്ലോ എന്ന്. കൂടുതൽ പേരെ യുവദമ്പതികൾ പീഡനത്തിനിരയാക്കിയെന്ന് സംശയമുണ്ട്. പ്രതികൾ ആഭിചാരക്രിയകൾ ചെയ്തോ എന്നും പരിശോധിക്കും. എ വിജയശങ്കർ, 24, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.